إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി. എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ളവർ എനിക്ക് ശേഷം വരുന്ന ചിലരാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി. സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും അവർ എന്നെ ഇഷ്ടപ്പെടുകയും അതിനേക്കാളേറെ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം വരുന്ന ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ, അതേപോലെ തന്നെ തന്റെ മക്കളെ, തന്റെ സമ്പത്ത്, ഇതൊക്കെ മനുഷ്യന് പ്രിയപ്പെട്ടതാണ്. ഇതിനേക്കാളേറെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടം വെക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, റസൂലുള്ളാഹിനെ കാണാൻ, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാത്തിനേക്കാളുമേറെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നോക്കൂ നിങ്ങൾ, സഹാബത്ത് മക്കയിൽ ജനിച്ചു വളർന്ന, അവരുടെ ബിസിനസ് മക്കയിലാണ്, അവരുടെ ദുനിയാവ് മക്കയിലാണ്, അവരുടെ കാലികൾ മക്കയിലാണ്, അവരുടെ തോട്ടങ്ങൾ മക്കയിലാണ്, അതേപോലെ തന്നെ അവരുടെ കുടുംബ മക്കയിലാണ്, അവരുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കളൊക്കെ മക്കയിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ ഇനി നമ്മൾ മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തേ അവർ
അവിശ്വാസിയായ ഭാര്യയെ മക്കയിൽ ഉപേക്ഷിച്ച്, അതേപോലെ തന്നെ തന്റെ കുടുംബാംഗങ്ങൾ മദീനയിലേക്ക് പോരാൻ തയ്യാറല്ലെങ്കിൽ അവരിവിടെ മക്കയിൽ ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന, കോടിക്കണക്കിന് വിലമതിക്കുന്ന വിഭവങ്ങളെല്ലാം ഒരു പുരുഷായുസ് മുഴുവൻ ഉണ്ടാക്കിയെടുത്തു കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടങ്ങളും കന്നുകാലികളും ഒന്നും മദീനത്തേക്ക് കൊണ്ടുപോകാൻ മക്കയിലെ മുശ്രിക്കുകൾ എതിർത്തപ്പോഴും എല്ലാം ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് പോയ ഒരു പച്ച മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേവലം കഥയല്ലല്ലോ സഹോദരന്മാര്. ഇതായിരുന്നു സഹാബത്ത്. എന്തേ അതിന് പ്രചോദനമായത്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഇതാഅത്ത്. നബി പറഞ്ഞു, എന്നാ പിന്നെ നോട്ടല്ല. ഇതിന് ശരിയായ മാതൃകകളായിരുന്നു സഹാബത്ത്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടല്ലോ സഹോദരന്മാര്, നമ്മളെല്ലാവരും സാധാരണ കേൾക്കുന്ന ആയത്താണ്. ഖുൽ, നബിയെ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഓരോന്നും എണ്ണിക്കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചേർത്ത് വെച്ചു. നബിയെ നിങ്ങൾ പറയണം, കുൽ ഇൻകാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ. നിങ്ങൾ എന്താണ് പറയേണ്ടത് ഉമ്മത്തിനോട്? നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുകൾ, അതേപോലെ തന്നെ ഓ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയും നഷ്ടം വരാതെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കച്ചവടം. ഓ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങളുടെ ഉപജീവനമായ, നിങ്ങളേറെ ശ്രദ്ധിക്കുന്ന, ഒരു വേള അതിനുവേണ്ടിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും നഷ്ടം വരാതിരിക്കാനും ഏറെ ഒരു കച്ചവടക്കാരൻ ശ്രമിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ കച്ചവടവും. ഓ മസാക്കിന് തർലൗനഹ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭവനങ്ങളും. ഒരു മനുഷ്യന് അവന്റെ വീട് എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവന്റെ ഒരു ആയുസ്സിൽ മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വീടുണ്ടാക്കുന്നതിന് സ്വന്തം മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും അന്തിയുറങ്ങാൻ ഒരു വീടുള്ളവൻ അവനെന്താണ്? അവന്റെ സമാധാനമുള്ളവനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വീട് മനുഷ്യന് പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ ഓരോന്നും അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും പ്രിയമുള്ളതാണോ? വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാളും ഇത് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ തടസ്സമാണോ? എന്നാൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവൻ അധർമ്മകാരിയാണെന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന്, ഈ അനുഗ്രഹങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചവോ അതെന്തിനു വേണ്ടിയാണ്? അത് അള്ളാന്റെ റസൂലിനെയും അള്ളാനെയും ദീനിനെയും മറക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, വികലമായ പ്രവാചക സ്നേഹത്തെ എതിർക്കുമ്പോൾ യഥാർത്ഥ പ്രവാചക സ്നേഹം, ഒരു കണ്ണുപൊട്ടനായ ഒരു കുട്ടി യുവാവായി മധ്യവയസ്കനായി ഇതുവരെ തന്റെ മാതാവിന്റെ മുഖം കണ്ടിട്ടില്ല, തന്റെ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ല, തന്റെ മക്കളുടെ പിഞ്ചോമനയുടെ മുഖം കണ്ടിട്ടില്ല. കാരണം അയാൾ കണ്ണുപൊട്ടനാണ്. അയാൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും അയാളുടെ കുട്ടിന്റെ മുഖം ഒന്ന് കാണാൻ. വാപ്പച്ചി എന്ന് വിളിച്ച് തന്റെ പിഞ്ചോമന പൈതൽ കരയുന്നതും എന്റെ അടുത്തേക്ക് വരുന്നതും, ആ കുട്ടി വലിയ കുട്ടിയായി കല്യാണം കഴിച്ചു, എന്റെ മോളെ പറഞ്ഞയച്ചു, അപ്പോഴും ഈ വാപ്പ ഇതുവരെ ആ മോളെ കണ്ടിട്ടില്ല. എത്ര ആഗ്രഹം ഉണ്ടാവും. ഇതുപോലെ കാണാത്ത ആ തിരുനബിയെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, എനിക്ക് ശേഷം കുറച്ച് ആൾക്കാർ വരും. എന്താ അവരുടെ പ്രത്യേകത? എന്നെ കാണാൻ ആഗ്രഹിക്കും, സ്വന്തത്തെക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും. അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പറ്റുപോയത്, പലപ്പോഴും നമുക്ക് പറ്റുപോയത് വികലമായതിനൊക്കെ എതിർത്തപ്പോൾ ഉള്ളതിനെ നമ്മളിൽ നിന്നും ഇല്ലാതെയായി. അത് വന്നുപോയിട്ടുള്ള അപജയമാണെന്നുള്ളൊരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ, നബിയുടെ പേരിലുള്ള സ്വലാത്തുകൾ എന്ന് പറഞ്ഞ് വിപണിയിൽ ബിദ്അത്തിന്റെ സ്വലാത്തുകൾ അത് രംഗം കൈയാളിയപ്പോൾ അതിനെ നമ്മൾ എതിർക്കുകയും
അതിനെ നമ്മൾ നിരാകരിക്കുകയും ചെയ്തു, ശരി തന്നെ. പക്ഷേ ഉള്ളതിനെ നമ്മൾ എടുക്കാതെ പോയോ? സുന്നത്തുകൾ ഉള്ളതിനെ നമ്മൾ എടുക്കാതെ പോയി. നമ്മളൊരു ആത്മവിചിന്തനം നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും നബിയോടുള്ള സ്നേഹമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. എന്താ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞത്? എങ്ങനെയുള്ളവൻ? തന്റെ മാതാപിതാക്കളെക്കാളും തന്റെ മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും എന്നെയാണ് അവൻ ഇഷ്ടമുള്ളത് എങ്കിൽ വിശ്വാസിയാവുകയുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണമാവുകയില്ല. വിശ്വാസം പൂർണ്ണമാവുകയില്ല. വ്യക്തമാണ് സഹോദരന്മാരെ കാര്യം. ആ വ്യക്തമാണ്. എങ്ങനെ ഇതുണ്ടാകുക? റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹിന്റെ ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച് റസൂലുള്ളാഹിന്റെ ചരിത്രം വായിച്ച് കണ്ണിടറി കൽബ് പൊട്ടി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവ് ഈ മതത്തിനു വേണ്ടി ഉമ്മത്തിനു വേണ്ടി സഹിച്ച ത്യാഗം മനസ്സിലാക്കി ആ ഒരു നേതാവിനോടുള്ള ഹുബ്ബുണ്ടാകണം. അതിലൂടെയാണ് ഇത്തിബാ ഉണ്ടാകുന്നത്, അനുസരണ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീം. മനസ്സിലായില്ലേ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും ഇബാദത്തിനോടുള്ള ഇഷ്ടവും, എന്തുകൊണ്ട് ഇബാദത്തിനോട് ഇഷ്ടപ്പെടുന്നു? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അവർക്ക് ഈമാനിന്റെ മധുരമുണ്ടാകും. ഈമാനിന്റെ മധുരമുണ്ടാകും. ഹലാവത്തുൽ ഈമാൻ. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഹലാവത്ത് ശൈത്താനുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ജാറങ്ങളുടെയും അതേപോലെ തന്നെ ബീവിമാരുടെയും ദർഗകളുടെയും ഒക്കെ കൂട്ടത്തിൽ പോകുന്ന ആളുകൾ, അതിന്റെ ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ത്വരീഖത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് ത്വരീഖത്തിന്റെ ആളുകൾ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ഈ ശൈഖന്റെ മുരീദായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതെന്താണ്? ഹലാവത്തു ശൈത്താനാണ്. ശൈത്താൻ ഇട്ടുകൊടുക്കുന്ന ഒരു കപട ഭക്തിയും അതേപോലെ തന്നെ ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിർവൃതിയാണത്. അഥവാ അല്ലാഹു അല്ലാത്തവർ ഇബാദത്തെടുത്ത് തനിച്ച കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകളാകുമ്പോ അവർക്ക് അവരുടെ നേതാക്കന്മാരിൽ നിന്നും അവരുടെ സിദ്ധന്മാരിൽ നിന്നും കിട്ടുന്ന ഒരു നിർവൃതി, അത് നമുക്ക് മനസ്സിലാവുകയില്ല എന്ന് അഹ്ലുസുന്നയോട് അവർ തിരിച്ചു പറയാറുണ്ട്. ഇന്നും പറയാറുണ്ട്, എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആൾക്ക് കിട്ടുന്ന അനുഭൂതി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീ വജദ ഹലാവത്തുൽ ഈമാൻ, 3 കാര്യങ്ങൾ അവനിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം കിട്ടും. എന്താണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അതിൽ ഒന്ന് പറഞ്ഞത്, അല്ലാഹുവും അവന്റെ റസൂലും അവൻ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടതായിരിക്കണം. എല്ലാത്തിനേക്കാളും അല്ലാഹുവും അവന്റെ റസൂലും. മനസ്സിലായില്ലേ? ആ അല്ലാഹും അവന്റെ റസൂലിനും വെച്ചിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളിലുള്ള സ്ഥാനം എത്രയാണ്? അത് 1-ാം സ്ഥാനം അള്ളാഹുവും, പിന്നെ റസൂലും, പിന്നെയാണ് മാതാപിതാക്കളും ഭാര്യയും മക്കളും സമ്പത്തും വീടും കുടുംബവും കച്ചവടവും ബിസിനസ്സും ദുനിയാവും കൂട്ടുകാരന്മാരും എല്ലാം ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു ഹലാവത്താണ്, മാധുര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു വിട്ടുകൊടുക്കുന്നതായ അതേപോലെ തന്നെ പിന്നെ ഈമാനിന്റെ മാധുര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ അബ്നാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അലല്ലമ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ആരായിരുന്നു? ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ ഉമ്മമാരെക്കാളും ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും ഞങ്ങളുടെ മാതാക്കളെക്കാളും വ മിനൽ മാഇൽ ബാരിദി അലല്ലമ, ദാഹിച്ചു വലഞ്ഞ ദാഹാർത്തനായ ഒരു മനുഷ്യന് അല്പം നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കിട്ടുമ്പോ ആ വെള്ളത്തിനോടുള്ള ആർത്തി എത്രയാണ്, അഭിനിവേശം എത്രയാണ്. അതിനേക്കാളേറെ റസൂലുള്ളയെ കാണാൻ, അതിനേക്കാളേറെ റസൂലുള്ളയോടുള്ള ഇഷ്ടം, ഭാര്യമാരെക്കാളേറെ ഭർത്താക്കന്മാരെക്കാളേറെ. ഇതായിരുന്നു സഹാബത്ത്. നമുക്ക് അങ്ങനെ ആകാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു.
എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവർ അവരാണെന്ന് പറഞ്ഞു. എന്നെ കാണാൻ ഇഷ്ടമുള്ളവർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. അത് നമ്മൾ ഹദീസുകളിലൂടെ വായിച്ചെടുക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സഹാബിയുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്, പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്, എനിക്ക് ആ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ലല്ലോ, അപ്പൊ എനിക്ക് സ്വർഗത്തിൽ വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കൂലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഇതൊരു നേതാവിനോടുള്ള അനുയായികളുടെ ആ ഒരു ബഹുമാനവും ആദരവും സ്നേഹവുമായിരുന്നു സഹോദരന്മാരെ. ഇത് നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ സ്വർഗത്തിലുണ്ടാകും. എന്നിട്ട് ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും വശുഹദാഇ വസ്സാലിഹീൻ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും, അഥവാ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല മുന്തിയ കൂട്ടുകാരന്മാരാണ്. ആര്? നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും സ്വാലിഹീങ്ങളും. അവരുടെ കൂടെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും. എന്തുണ്ടാകണം? അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകണം, അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകും. നമ്മൾ അമല് ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, ഇബാദത്തെടുക്കുന്നവരാണ്, ദീനിയായി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്, പടച്ചവനെ പേടിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു തലത്തിലേക്ക് ഉയരാൻ എനിക്കും നിങ്ങൾക്കും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇത്രയധികം ആയത്തുകളും ഹദീസുകളും നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു തലം, ഇത് നമുക്ക് കൈമോശം വന്ന് പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടോ കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വികലമായതിനെ എതിർക്കുമ്പോൾ ഉള്ളത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ എല്ലാമാണ് സഹോദരന്മാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കാലാണ്ട് കുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഷഹാദത്താണ്ട് ചൊല്ലണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവാണ്, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതോടുകൂടി അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അവിടെ തുടങ്ങാണ് ആ റസൂലുള്ളയോടുള്ള ബാധ്യത. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കണം. ആ ചരിത്രങ്ങളിലൂടെ, ആ ഹദീസുകളിലൂടെ, വിശുദ്ധ ഖുർആൻ പാടിപ്പുകയറ്റിയ പ്രവാചകൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം പറഞ്ഞ പ്രവാചകൻ, മുൻഗാമികളായ പ്രവാചകന്മാർ മഹത്വം പറഞ്ഞ പ്രവാചകൻ, ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രവാചകൻ, സഹാബത്ത് നമുക്ക് പറഞ്ഞു തന്ന പ്രവാചകൻ, ആ പ്രവാചകനായിരിക്കണം സഹോദരന്മാരെ നമുക്കെല്ലാം എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. എന്നാലോ ഇന്ന് ഈ പ്രവാചകനെ വെക്കേണ്ടിടത്തല്ല പലരും വെച്ചത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായം അറിയാത്തവരാണ് പലരും. നമ്മുടെ സഹോദരങ്ങൾ ആരൊക്കെയോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. നബിയെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അതിനെ ന്യായീകരിക്കുന്നു, നല്ലതല്ലേ എന്ന് ന്യായീകരിക്കുന്നു. അന്നദാനം ചെയ്യലല്ലേ, ദിക്റുകളല്ലേ, ദുആകളല്ലേ, സ്വലാത്തുകളല്ലേ, അതേപോലെ തന്നെ നബിയുടെ സ്മരണ പറയലല്ലേ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കും. റഗായിബ് നമസ്കാരം പണ്ഡിതന്മാര് ബിദ്അത്താന്ന് പറഞ്ഞു. ഷാഫി മദ്ഹബിലെ ഉലമാക്കളൊക്കെ അത് ബിദ്അത്താന്ന് പറഞ്ഞു. എന്താണത്? നമസ്കാരമാണത്. എന്റെ നമസ്കാരമായിട്ടും ബിദ്അത്തായത്? സഹോദരന്മാരെ, ഇസ്ലാമിൽ ഒരു കാര്യം അള്ളാന്റെ റസൂല് പഠിപ്പിക്കണം. അള്ളാന്റെ റസൂൽ ഉണ്ടാക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് പഠിപ്പിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളയോട് പറയാണ്,
ഈ ദീനിലെങ്ങാനും ചെറിയൊരു മാറ്റത്തിരുത്തലുകളോ അതേപോലെ തന്നെ കോട്ടിമാറ്റലുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റസൂലേ ലഅഖദ്നാഉ മിൻഹുൽ യമീൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പിടിക്കും, നബിയുടെ കണ്ടനാടി അറുത്തുകളയും. അള്ളാന്റെ റസൂലിന് പോലും ദീനിൽ ഒന്നും പുതുതായി ഉണ്ടാക്കുവാൻ അവകാശമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി ഒന്നും ഉണ്ടാക്കിയിട്ടല്ല, പക്ഷെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. എത്ര ശക്തമായ ആയത്ത! നാം നമ്മുടെ വലതുകരങ്ങൾ കൊണ്ട് റസൂലെ നിങ്ങളെ പിടികൂടും, നിങ്ങളുടെ കണ്ടനാടി അറുത്തുകളയും. വിശുദ്ധ ഖുർആന്റെ ആയത്ത. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല. ഒക്കെ അല്ലാഹുവിന്റെ വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. ഇത് നമ്മളെല്ലാവരും അറിയുന്ന. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും ദീനായിട്ട് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയൂല, ഒക്കെ വഹീന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. നമ്മൾ കേട്ട് പഠിച്ച മനസ്സിലാക്കിയ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില ആളുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, ലാ അദ്രി എന്ന് സഹാബത്തിനോട് പറഞ്ഞു. ജിബ്രീൽ വഹയുമായി വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നബി ചോദിച്ചു, ജിബ്രീലും പറഞ്ഞു ലാ അദ്രി എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ഉത്തരം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളയോടൊന്ന് പറഞ്ഞു, മസാജിദുഹ, ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. അപ്പൊ ജിബ്രീലും ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല. അത് പഠിച്ചപ്പോൾ നബി സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചോദിച്ചില്ലായിരുന്നോ? ഇതാണ് മറുപടി. എന്ത് മനസ്സിലായി? നബിക്ക് പോലും വകുപ്പില്ല ഉണ്ടാക്കാൻ, ഒരു ദിക്റ, ഒരു ദുആ, ഒരു നിസ്കാരം ഉണ്ടാക്കാൻ വകുപ്പില്ല. എന്നിട്ടാണ് മാല മൗലിദുകളിൽ ദിക്റുകളും ദുആകളും എന്തെല്ലാമാണ് സഹോദരന്മാരെ. ഖുത്ബിയത്ത് നടത്തുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കാരം. ആരുടെ പ്രീതിക്കാ? മോദി ഷെയ്ഖിന്റെ പ്രീതിക്ക്. എന്തിനാ ഇത് പറയുന്നത് സഹോദരന്മാരെ? ഇതോട് ദീനിന്ന് പുറത്താണ്. ദീനിന് കൃത്യമായി എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ലതല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്ന് വിചാരിച്ചുണ്ടാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് ബിദ്അത്തുകളാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അതൊക്കെ